ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ഇത് വെറും ഫ്ലൂയിഡ് സൺസ്ക്രീൻ അല്ല, ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിൽ എന്തുമാത്രമാണ് SPFിൻ്റെ ക്വാണ്ടിറ്റി എന്ന് നോക്കുകയാണെങ്കിൽ SPF 50 ആണ് വരുന്നത്. PA 4+ വരുന്നുണ്ട്. വളരെ നോൺ ഓയിലി ആണ്. അതോടൊപ്പം തന്നെ ശരിക്കും നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും നല്ലൊരു മാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും ചൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വരേണ്ട കാര്യം, ഇത് കുറച്ചധികം ലോങ് ലാസ്റ്റിംഗും ആണ്. ഓൾറെഡി സൺസ്ക്രീനിൻ്റെ ഒക്കെ അത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു 2 or 3 hours കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അതായത് നമ്മൾ മേക്കപ്പ് ഇട്ട ആ ഒരു സെയിം എഫക്റ്റ് ആണ് നമുക്ക് നൽകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ അവർക്ക് ശരിക്കും മാച്ച് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടെയാണ്. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഇത് പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അറൗണ്ട് ഒരു 6ഓളം ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. സാൻഡ്, കാരമൽ, അതോടൊപ്പം തന്നെ ന്യൂഡ്, അങ്ങനെ പല ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നോൺ മേക്കപ്പ് ഡേയ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. പ്രൊട്ടക്ഷൻ മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, പോഴ്സ് ഒക്കെ ബ്ലർ ചെയ്യുന്നുണ്ട്, പെർഫെക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യാതൊരുവിധ പേടിയില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പാരബൻ ഫ്രീ ആണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയേണ്ട കാര്യം, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നു. ബ്രൈറ്റ്നസ് മാത്രമല്ല, നല്ല രീതിക്ക് ഹൈഡ്രേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഹീറോ ഇൻഗ്രീഡിയൻസിന് നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് നിയാസിനമൈഡ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. നിയാസിനമൈഡ് എന്ന് പറയുന്ന ഒരു ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ ഇ അതേപോലെ തന്നെ ബ്രൈറ്റനും നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് SPF 50 ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ PAയുടെ കാര്യമാണെങ്കിൽ 4+ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട. നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് ഒരു പ്രൊട്ടക്ഷനും തരുന്നുണ്ട്. നമ്മുടെ സ്കിൻ കാണാൻ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റർ ഫീലും തരുന്നുണ്ട്. ഹൈബ്രിഡ് ഫിൽറ്റേഴ്സ് ഈക്വൽ ടു പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് ഹൈ പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോമുലയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് ആണ്. അപ്പോൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ എത്ര ml ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഒരു 50 gram ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. 50 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഞാൻ നോക്കട്ടെ. ഓക്കെ 50 ആണ് വരുന്നത്. 50 ml ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 575 രൂപയാണ്. പക്ഷെ നമുക്കിപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മിന്ത്രയിലും നൈക്കയിലൊക്കെ ഓഫർ ഉണ്ട്, പർപ്പിളിലൊക്കെ ഓഫർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് ഡിസ്കൗണ്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് അത്ര എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഇടുക, അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുക, അതിനുശേഷം ഈ ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി. ഫൗണ്ടേഷൻ പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ചെറുതായിട്ട് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഓൾറെഡി സൺസ്ക്രീൻ ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി പോകുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക്. ഒട്ടും തന്നെ ഒരു സ്റ്റിക്കി ഫീലോ ഒന്നുമില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, സ്റ്റിക്കി ഇല്ല, നോൺ ഓയിലി ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു ഇറിറ്റേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. ചില സൺസ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ആകുന്നതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഭയങ്കര സ്റ്റിക്കി, ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒക്കെ എഫക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. നമുക്ക് യൂസ് ചെയ്താൽ യാതൊരുവിധ ഇറിറ്റേഷൻസോ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും നമുക്ക് ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ കിട്ടുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. ഇപ്പം ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ജസ്റ്റ് നമ്മുടെ ക്ലെൻസർ യൂസ് ചെയ്യും,
ഫോക്സ്റ്റൈലിന്റെ തന്നെ പ്യുവർ ബ്ലിസ് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ആ ഒരു മോയ്സ്ചറൈസർ അതിനുശേഷം ഈ ഒരു ഫോക്സ്റ്റൈലിന്റെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടും, സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ പല ലെയറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവുമല്ലോ. ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു മേക്കപ്പ് ലുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് എനിക്ക് ഈ ഒരു ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനിൽ ഇഷ്ടപ്പെട്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ വൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ, അതായത് മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഹർബറിയായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകുകയല്ല വേണ്ടത് കേട്ടോ. അതായത് നമ്മൾ പുറത്ത് പോകുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് ബിഫോർ എങ്കിലും സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിലും നെക്കിലുമാണ് അപ്ലൈ ചെയ്യാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ചില സൺസ്ക്രീൻസ് നമുക്കറിയാം ബോഡി സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബോഡി സൺസ്ക്രീൻസ് നമ്മൾ കയ്യിലും ഈ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ചെറിയ പാക്ക് ആയതുകൊണ്ട്, ഇത് ടിൻറ്റഡും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്താൽ മതി. നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ സൺസ്ക്രീനിന്റെ ആ ഒരു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ അവർ എത്ര അവേഴ്സ് ആണെന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ 2 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. രാവിലെ ഇട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വരെ ത്രൂ ഔട്ട് നടക്കണ്ട. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മോയ്സ്ചറൈസറും അതോടൊപ്പം തന്നെ ഈ ഒരു സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്ത് പോയിട്ട് കുറേ കഴിയുമ്പോഴും ആ ഒരു സൺസ്ക്രീനിന്റെ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നതായിട്ട്, കുറെ കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ വേർപ്പോ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഫീലോ ഒന്നുമില്ല. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എത്രമാത്രം എൻ്റെ സ്കിന്ന് ഫ്രഷ് ആയിരുന്നു, ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ത്രൂ ഔട്ട് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത ആ ഒരു ഹോൾ ഡേയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീനിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം. ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് വെൽ, അതായത് നന്നായിട്ട് ഇതേപോലെ ഷെയ്ക്ക് വെൽ ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 2 വർഷത്തെ ഷെൽഫ് ലൈഫാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് വൈസ് 575 പക്ഷേ 575 രൂപ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ന്യൂഡാണ്, ന്യൂഡ് 1 ആണ് കേട്ടോ. അപ്പോൾ ക്ലേ, കാരമൽ, സാൻഡ്, അപ്പം അവനവൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക. 6ഓളം വെറൈറ്റീസിൽ, അതായത് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ സാൻഡ് ആണോ നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ സാൻഡ് ചൂസ് ചെയ്യുക. നിങ്ങൾ പോയിട്ട് ന്യൂഡ് ചൂസ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവില്ല. അതറിയാമല്ലോ, നമ്മളൊരു ഫൗണ്ടേഷൻ്റെ ഒക്കെ ആണെങ്കിലും സെയിം ഷെയ്ഡാണല്ലോ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ലൈറ്റർ ആണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ഈവൻ ഡാർക്കർ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡാർക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനവൻ്റെ ആ ഒരു സെയിം ഷെയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതൊരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ടിൻറ്റഡ് ഫ്ലൂയിഡ് സൺസ്ക്രീനെ കുറിച്ചുള്ള റിവ്യൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.